ചാനൽ. സോ ഇന്നത്തേത് Q&A ഫൈനൽ പാർട്ടാണ്. ഡെലിവറി പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള കുറേ സംശയങ്ങളും ക്വസ്റ്റ്യൻസും ഒക്കെ അതിൻ്റെ ഒരു ഫൈനൽ ഒരു വീഡിയോ ആണിത്. സോ ഇത് എന്നെ ആരും ഒന്നും പറയരുത്, കാരണം ഇത് ഒത്തിരി ലേറ്റ് ആവുന്നുണ്ട് ഈ വീഡിയോസ് ഇടാൻ എന്നുള്ളത് എനിക്കറിയാം. പക്ഷെ അത് എനിക്ക് എടുക്കാനുള്ള ഒരു സമയം കിട്ടുന്നില്ല. ഞാൻ ശരിക്കും ഞാൻ സോറി പറഞ്ഞ് മടുത്തു, എന്നാലും ഒരു സോറി. സോ എന്തായാലും നമുക്ക് പെട്ടെന്ന് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. സോ ഈ ഒരു വീഡിയോ ആയിരിക്കും ഫൈനൽ വീഡിയോ. സോ യെസ്, വീഡിയോയിലേക്ക് കിടക്കാം. സ്ലീപ്പിംഗ് പൊസിഷൻ ബേസിക്കലി ഒരു 5th മന്തിന് ശേഷമാണ് ശ്രദ്ധിക്കേണ്ടത്. ലെഫ്റ്റ് തിരിഞ്ഞ് കിടക്കാൻ മാക്സിമം നോക്കണം. ഞാനും മാക്സിമം അങ്ങനെ തന്നെ കിടക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ എന്നാലും ഈ പറയുന്ന പോലെ നമ്മൾ ഉറക്കത്തിൻ്റെ ഇടയ്ക്ക് ചിലപ്പം നേരെ കിടക്കും, റൈറ്റിലേക്ക് തിരിയും, അങ്ങനെ പലതും ചെയ്യും. അശ്വിനെ എൻ്റെ അടുത്ത് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, രാവിലെ എഴുന്നേറ്റ് നോക്കുന്ന സമയത്ത് ഞാൻ നേരെ നോക്കി കിടക്കുകയായിരിക്കും. ലെഫ്റ്റ് തിരിഞ്ഞ് കിടക്കുമ്പോഴാണ് യൂട്രസിലേക്ക് കൂടുതൽ ബ്ലഡ് ഫ്ലോ ഉണ്ടാവുക. അപ്പോൾ അതാണ് കുഞ്ഞിന് കുറച്ചും കൂടെ നല്ലത്. നേരെ കിടക്കുമ്പം നമുക്ക് ബാക്ക് പെയിൻ കൂടാൻ സാധ്യതയുണ്ട്. ഈ വെയിറ്റ് ഫ്ലോ അങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്ക് അവിടെ ബാക്ക് പെയിൻ ഉണ്ടാവാനും സാധ്യതയുണ്ട്. എനിക്ക് ആ ബാക്ക് പെയിൻ്റെ പ്രശ്നം ചെറുതായിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ഉറക്കത്തിൽ മാക്സിമം ശ്രമിക്കുക ലെഫ്റ്റ് തിരിഞ്ഞ് കിടക്കാൻ. സപ്പോസ് നേരെ ആയിപ്പോയി വെച്ചിട്ട് വലിയ ടെൻഷൻ അടിക്കാനുള്ള ഒന്നുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ലോ ലൈൻ പ്ലാസൻ്റ്, ഇത് വേറെ ആരും ചോദിച്ചിട്ടുള്ള സംശയമല്ല, എനിക്കും ഉണ്ടായിരുന്ന സംശയമൊന്നുമല്ല. പക്ഷേ എൻ്റെ പ്രഗ്നൻസി സമയത്ത് എനിക്ക് വന്നൊരു കണ്ടീഷനായിരുന്നു ലോ ലൈൻ പ്ലാസൻ്റ് എന്ന് പറഞ്ഞിട്ട്. അനോമൽ സ്കാൻ എന്ന് പറഞ്ഞ് 5th മന്തിലെ സ്കാൻ കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ നമ്മുടെ സ്കാൻ റിപ്പോർട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു ലോ ലൈൻ പ്ലാസൻ്റ് എന്ന് പറഞ്ഞ്. അപ്പം നമ്മുടെ അടുത്ത് ഡോക്ടർ സമാധാനത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് പ്രശ്നമൊന്നുമില്ല, ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ലാന്ന്. സോ അതിനുശേഷം ഞാൻ ഇതിനെപ്പറ്റി കുറച്ച് ഗൂഗിൾ ചെയ്തു. അപ്പം ഗൂഗിൾ ചെയ്തപ്പോഴാണ് കൂടുതൽ ടെൻഷനായത്. സോ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യം കൂടി ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തത്. ലോ ലൈൻ പ്ലാസൻ്റ് എന്ന് പറഞ്ഞാൽ നെറ്റിലടിച്ച് നോക്കി കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ അകത്ത് 2 months ഒക്കെ കഴിയുമ്പോഴത്തേക്ക് തന്നെ ഇത് ലോ ലൈൻ ആണ്. പിന്നെയും ലോ ലൈനിൻ്റെ ഒരു പ്രശ്നമുണ്ട് എന്നുണ്ടെങ്കിൽ അത് മിസ്കാരേജ് ആവാനുള്ള ചാൻസസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ഞാൻ കുറച്ച് വായിച്ചിട്ടുണ്ടായിരുന്നു. ലോ ലൈൻ പ്ലാസൻ്റ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമ്മുടെ പ്ലാസൻ്റ് എന്ന് പറയുന്ന സർവീക്സിൽ നിന്നും മിനിമം 2 centimeter വിട്ട് നിൽക്കണം. 2 centimeter അബവ് ആയിരിക്കണം സർവീക്സിൽ നിന്നും. അങ്ങനെ അല്ലാതെ വരുന്നതിനാണ് ലോ ലൈൻ പ്ലാസൻ്റ് എന്ന് പറയുന്നത്. ഇത് 5th മന്തിലെ എൻ്റെ സ്കാൻ റിപ്പോർട്ട് അനുസരിച്ച് ഇത് 1.2 centimeters ആയിരുന്നു ഡിഫറൻസ് ഉണ്ടായിരുന്നത്. പക്ഷേ അപ്പോൾ തന്നെ ഡോക്ടർ നമ്മുടെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് പ്രശ്നമൊന്നുമില്ല, 5th മന്ത് അല്ലേ ആയിട്ടുള്ളൂ, ഇനിയും സമയമുണ്ടല്ലോ. അപ്പം ആ സമയത്തേക്ക് ഇത് ഓക്കെ ആയാൽ മതി. 1.2 നിന്നും 2 centimeter മാറിയാൽ മതി. സോ കുഴപ്പമൊന്നുമില്ല, പ്രശ്നമൊന്നുമില്ല, ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഗൂഗിൾ ചെയ്തപ്പോൾ ഈ പറഞ്ഞ പോലെ ഇത് ഭയങ്കര വലിയൊരു പ്രശ്നമാണ് എന്നുള്ള രീതിയിലായിരുന്നു ഞാൻ വായിച്ചെടുത്ത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത്. സോ അങ്ങനെ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഇത് 5th മന്തിലെ എൻ്റെ സ്കാൻ അനോമൽ സ്കാനിന് ചെറിയൊരു 5th മന്ത് ആക്ച്വലി ആയിട്ടില്ലായിരുന്നു. സോ അതുകൊണ്ട് എൻ്റെ അനോമൽ സ്കാൻ റിപ്പീറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. സോ ഒരു 3 weeks ശേഷമായിരുന്നു ഞാൻ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തന്നെ അത് 1.2 നിന്നും 1.7 centimeter ആയിട്ടുണ്ടായിരുന്നു. അപ്പം അത് കാണുമ്പോൾ തന്നെ നമുക്ക് കുറച്ചൊരു ആശ്വാസമായി. ഈ സമയമുണ്ടല്ലോ, അപ്പം പതുക്കെ ഇതങ്ങ് മാറിക്കോളും. 2 centimeter ഡിഫറൻസ് എന്തായാലും വരും. സോ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യം കൂടെ ഇൻക്ലൂഡ് ചെയ്തത്. ലോ ലൈൻ പ്ലാസൻ്റ് എന്ന് പറയുന്ന ഒരു പ്രശ്നമില്ല, അത് ശരിയായിക്കോളും. ജെൻഡർ ഗസ് ചെയ്യാൻ പറ്റും. ഇത് എനിക്ക് ഭയങ്കരമായിട്ടുണ്ടായിരുന്നൊരു സംശയമായിരുന്നു. ഞാൻ കുറേ വീഡിയോസ് എടുത്ത് വെച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു, പല കാര്യങ്ങളും ഹാർട്ട് റേറ്റ് വെച്ചിട്ട്, പ്ലാസൻ്റെ പൊസിഷൻ വെച്ചിട്ട്, അങ്ങനെ പലതും നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതല്ലാതെ കഴുത്തിന് ചുറ്റിനും കറുപ്പ് വരികയാണെങ്കിൽ ഒന്ന്, പിന്നെന്തായിരുന്നു മുഖത്ത് കൂടുതൽ കുരു വരികയാണെങ്കിൽ ഒന്ന്, അങ്ങനെ പറഞ്ഞിട്ട് പലതും ഞാൻ കേട്ടിട്ടുണ്ട്. ഉള്ളതൊക്കെ വെച്ചിട്ട് ഞാൻ ഗസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു 90% കാര്യങ്ങൾ വെച്ച് ഞാൻ ഗസ് ചെയ്തപ്പോഴും എനിക്ക് പെൺകുട്ടി എന്നുള്ളതായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതേ കിടക്കുന്നത് ആൺകുട്ടിയാണ്. സോ അതിൽ ഒരു കാര്യമില്ലെന്ന് എനിക്ക് തോന്നുന്നത്. ഹാർട്ട് റേറ്റ് ഒക്കെ വെച്ചിട്ട് എനിക്ക് പക്ക പെൺകുട്ടി ആവേണ്ടതായിരുന്നു. പക്ഷേ എല്ലാം തലയിരിഞ്ഞു. പ്ലാസൻ്റെ പൊസിഷൻ അത് എൻ്റെ ആൻറ്റീരിയർ ആയിരുന്നു. ആൻറ്റീരിയർ ആണെങ്കിൽ പെൺകുട്ടി എന്നാണ് പറഞ്ഞിരുന്നത്, പോസ്റ്റീരിയർ ആണ് ആൺകുട്ടിക്കും എന്നൊക്കെയായിരുന്നു ഞാൻ വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ യെസ്, സോ ഇതിൽ കാര്യമില്ല ഗൈസ്. കുങ്കുമപ്പൂവ് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. അത് ഒറ്റ ദിവസം ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ മിസ്റ്റേക്ക് കൊണ്ട് കുഞ്ഞിന് നിറം വെക്കാതെ പോരുതല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ച് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. യൂഷ്വലി ഞാൻ അങ്ങനെ കുഞ്ഞിൻ്റെ മൂവ്മെൻറ്റ്സ് ഒന്നും അങ്ങനെ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുക അങ്ങനെയൊന്നും ഞാൻ ചെയ്യാറില്ല. എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങനെ ഫീൽ ചെയ്യാറുമില്ലായിരുന്നു ഇവൻ്റെ മൂവ്മെൻറ്റ്സ് ഒന്നും. അപ്പം പക്ഷേ ഇതിങ്ങനൊരു സാധനം ഞാൻ അത് ആമസോണിൽ നിന്നൊക്കെ വാങ്ങിച്ച് കഴിച്ചുകൊണ്ട് കുറച്ചൊന്ന് ടെൻഷൻ ഉണ്ടായിരുന്നു. സോ അതുകൊണ്ട് ഞാനിങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു മൂവ്മെൻറ്റ്സ് ഒക്കെ കുഴപ്പമില്ലാതെ ഉണ്ടല്ലോ എന്നുള്ളത്. അങ്ങനെ കുറേ നല്ലോണം ശ്രദ്ധിച്ച സമയത്ത് എനിക്ക് തോന്നിയൊരു ദിവസം രാവിലെ ഒരു 9 മണി 10 മണി ആ സമയം മുതൽ ഒരു 11-12 ആ ഒരു ടൈമിൽ വരെ എനിക്കങ്ങനെ മൂവ്മെൻറ്റ്സ് ഒന്നും ഫീൽ ചെയ്യുന്നില്ലായിരുന്നു. സോ അത് കഴിഞ്ഞപ്പോൾ ടെൻഷനായി. നമ്മൾ
എൻ്റെ ഫാമിലിയിലൊരു ഗൈനക്കോളജിസ്റ്റ് ഡോക്ടറുണ്ട്. ഡോക്ടറിനെ അപ്പച്ചീനെ വിളിച്ച് ചോദിച്ചു. അപ്പോൾ അപ്പച്ചി അടുത്തല്ലേ ഹോസ്പിറ്റൽ, എന്തായാലും പോയി കാണിക്കൂ പറഞ്ഞു. അങ്ങനെ പിന്നെ ഞാൻ ഉടനെ തന്നെ ഹോസ്പിറ്റലിലേക്ക് പോയി. എമർജൻസി കേസ് ആയതുകൊണ്ട് തന്നെ ഡോക്ടറിനെ വിളിച്ച് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എമർജൻസി കേസ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഡോക്ടറിൻ്റെ അടുത്തേക്ക് വിട്ടു. ഒത്തിരി തിരക്കുണ്ടായിരുന്നു, പക്ഷെ നമ്മളെ പെട്ടെന്ന് തന്നെ ഡോക്ടറിൻ്റെ അടുത്തേക്ക് വിളിപ്പിച്ചു. നോക്കി അത് കഴിഞ്ഞിട്ടൊരു സ്കാനിങ് കൂടെ പറഞ്ഞു. സ്കാൻ ചെയ്തപ്പോൾ പ്രശ്നമൊന്നുമില്ലായിരുന്നു, ഹാർട്ട് ബീറ്റും സംഭവങ്ങളെല്ലാം നോർമലായിരുന്നു കുഞ്ഞിൻ്റെ. അപ്പം അത് കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞു, ഞാനിങ്ങനെ കുങ്കുമപ്പൂ കഴിച്ചായിരുന്നു, അപ്പോൾ അതുകൊണ്ട് വല്ല പ്രശ്നവും എന്ന് പറഞ്ഞ് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരാവശ്യമില്ല, അതൊക്കെ കഴിച്ചാലും ഇല്ലെങ്കിലും അച്ഛൻ്റെ അമ്മയുടെയും നിറം തന്നെ ആയിരിക്കും കുഞ്ഞിന് വരിക, അപ്പോൾ അതുകൊണ്ട് അതൊന്നും വെറുതെ കഴിക്കാൻ നിൽക്കേണ്ട പറഞ്ഞു. അപ്പം അങ്ങനെ പിന്നെ ഞാൻ ആ പരിപാടി നിർത്തി. പക്ഷേ ഒരു സ്ട്രാൻഡ് ഞാൻ അതിൻ്റെ കഴിച്ചിട്ടുണ്ടായിരുന്നു, ഒറ്റ സ്ട്രാൻഡ് കേട്ടോ വാങ്ങിച്ചു വെച്ചത്, ഒരു സ്ട്രാൻഡ് മാത്രം പാലിലിട്ട് ഞാൻ കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ആ പരിപാടി ഞാൻ നിർത്തി. അത് നല്ലതാണോ മോശമാണോ എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും റിസ്ക് എടുക്കണ്ടെന്ന് പറഞ്ഞ് പിന്നെ ഞാനത് ചെയ്തിട്ടില്ല. എനിക്ക് പീരിയഡ്സ് ഡെലിവറിക്ക് ശേഷം ഒരു 2 മന്ത്സിന് ശേഷമായിരുന്നു പീരിയഡ്സ് ആയിട്ടുണ്ടായിരുന്നത്. അത് അങ്ങനെ പെയിൻഫുൾ എന്ന് ചോദിച്ചാൽ സാധാരണ ഉള്ള പോലത്തെ ഒരു അത്രയൊക്കെ ഉള്ളായിരുന്നു. അതിൽ കൂടുതൽ എനിക്ക് പെയിൻ അങ്ങനെ തോന്നിയിട്ടില്ലായിരുന്നു. പക്ഷേ നേരത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് ഈ പീരിയഡ്സിൻ്റെ ഇടയ്ക്കായിട്ട് ലൈക്ക് നമുക്കൊരു 12 days 13 days ഉള്ള സമയത്ത് ഓവുലേഷൻ ടൈമിൽ എനിക്ക് പണ്ട് ഡെലിവറിക്ക് മുന്നേ എനിക്ക് അതിനൊരു ഞാൻ അറിയാതെ പോലും ഇല്ലായിരുന്നു, ലൈക്ക് അതിനൊരു പെയിനും സംഭവമൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പം ഡെലിവറിക്ക് ശേഷം ആ ഒരു ഓവുലേഷൻ ടൈമിലും എനിക്ക് പെയിൻ ഉണ്ടാവാറുണ്ട്. നടുവേദന മെയിനായിട്ടും അതാണ്, ബാക്ക് പെയിൻ നല്ല രീതിയിൽ ഉണ്ടാവാറുണ്ട്. സോ ഡെലിവറിക്ക് ശേഷമുള്ള ചേഞ്ച് പീരിയഡ്സിൻ്റെ കാര്യത്തിൽ എനിക്കതാണ് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ പീരിയഡ്സ് ബ്ലഡ് ഫ്ലോ എനിക്ക് ഡെലിവറിക്ക് മുന്നേയും ഡെലിവറിക്ക് ശേഷം കുറച്ച് കുറവാണ്. അത് ഒത്തിരി ഡേയ്സ് ഇല്ല, ഒരു 4 days ഒക്കെ തന്നെ ഉണ്ടാവാറുള്ളൂ. അതെനിക്ക് തോന്നുന്നു അയൺ ഡെഫിഷ്യൻസി ഉണ്ട്, അപ്പോൾ അതിൻ്റേതായിരിക്കാം. സോ യെസ്, അതാണ്. ഇട്ടിട്ടുണ്ടായിരുന്നു കോപ്പർ ടീ ഞാൻ യൂസ് ചെയ്തിട്ടില്ല. സോ അതുകൊണ്ട് തന്നെ അതിനെ പറ്റിയിട്ട് എനിക്ക് വലിയ ധാരണയില്ല. സോ എന്താണ് കോപ്പർ ടീ എന്ന് ചോദിച്ചാൽ അത് നമ്മുടെ പ്രഗ്നൻസി അതിനെയൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സംഭവമാണ്. അതൊരു ടീ ഷേപ്ഡ് ഒരു സംഭവമാണ്, കോപ്പർ റാപ്ഡായിട്ട് കോപ്പർ ഇൻസുലേറ്റഡ് ആയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പം അത് കോപ്പർ റിലീസ് ചെയ്തുകൊണ്ട് നമ്മുടെ ഫെർട്ടിലൈസേഷനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സംഭവമാണ്. സോ ഞാനത് യൂസ് ചെയ്തിട്ടില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ അത് പെയിൻഫുൾ ആണോ എന്നുള്ളതൊന്നും എൻ്റെ എക്സ്പീരിയൻസ് ചെയ്യുന്ന എനിക്കറിയില്ല. പക്ഷേ ഞാൻ കേട്ടിട്ടുണ്ട് അതങ്ങനെ പെയിൻ അല്ല. ഞാൻ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മുടെ യൂറിൻ ട്യൂബ് ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് അത് പെയിൻഫുൾ അല്ല, പക്ഷെ നമുക്കൊരു ഫോറിൻ ബോഡി ഇൻസേർട്ട് ചെയ്യുന്നതിൻ്റേതായിട്ടുള്ളൊരു എന്താ പറയുക, അതിൻ്റെ ഒരു ഇറിറ്റേഷനും സംഭവങ്ങളും ഒരു ക്രാമ്പിങ് അങ്ങനത്തെ ഇത്. സോ ആ ഒരു സംഭവമാണ് ഇതിനും ബേസിക്കലി വരുന്നതെന്നാണ് എനിക്കറിയാവുന്നത്. ഇനി പെയിൻ ഉണ്ടാവുമായിരിക്കും ചിലർക്ക്, അതിനെപ്പറ്റി എനിക്ക് വലിയ അറിവില്ല. എനിക്കത് ഇൻസേർട്ട് ചെയ്തിട്ടില്ലായിരുന്നു. പ്രഗ്നൻസി അതിനങ്ങനെ ഞാൻ വലിയ പ്രിപ്പറേഷൻസ് ഒന്നും നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിനെ പറ്റിയിട്ട്, പക്ഷേ അതല്ലാതൊരു പ്രിപ്പറേഷൻ എന്ന് പറയാനൊന്നും ചെയ്തിട്ടില്ലായിരുന്നു, ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ ചിലർ ഫോളിക് ആസിഡ് നേരത്തെ കഴിച്ചു തുടങ്ങുമെന്ന് കേട്ടിട്ടുണ്ട് ഇങ്ങനെ. പക്ഷേ ഞാൻ ഇതിന് ശേഷമാണ് ലൈക്ക് പ്രഗ്നൻ്റ് ആയതിനു ശേഷം ആണ് ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിട്ടായിരുന്നു മെഡിസിൻസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇതിന് മുമ്പ് അങ്ങനെ കാര്യമായിട്ടുള്ള പ്രിപ്പറേഷൻസ് ഒന്നുമില്ല. ജസ്റ്റ് കലണ്ടറിൽ മാർക്ക് ചെയ്യുക, പീരിയഡ്സിൻ്റെ ഡേറ്റും സംഭവങ്ങളും മാർക്ക് ചെയ്യുക, അത് മാത്രമേ ഉള്ളായിരുന്നു പ്രിപ്പറേഷൻ. പ്രഗ്നൻസിക്ക് മുന്നേ ഉള്ള പ്രിപ്പറേഷൻ എന്ന് പറയാൻ വേണ്ടിയിട്ട്. പിന്നെ പ്രിപ്പറേഷൻ ബിഫോർ ലൈക്ക് ഡെലിവറി ആണെന്ന് ചോദിച്ചാൽ അത് ഞാൻ മെയിനായിട്ട് പറയുന്നത് ബ്രീത്തിങ് എക്സസൈസ് ആയിരിക്കും. കാരണം അതെനിക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഡെലിവറി ടൈമിലേക്ക്. സോ അതുകൊണ്ട് ബ്രീത്തിങ് എക്സസൈസ് എല്ലാവരും ഒന്ന് പ്രാക്ടീസ് ചെയ്ത് അതൊന്ന് റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഡെലിവറിക്ക് അത് ഒരുപാട് ഹെൽപ്പ് ചെയ്യുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്, നോർമൽ ഡെലിവറിക്ക്. പിന്നെ ഹോസ്പിറ്റൽ ബാക്ക് പാക്കിങ് അതൊരു വലിയ കടമ്പയായിരുന്നു. അത് എനിക്ക് ആരോ ചോദിച്ചിട്ടുണ്ടെന്ന് അതിൻ്റെ ഒരു വീഡിയോ ചെയ്യുമോ എന്നുള്ളത്. ഞാൻ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്, അതിന് എപ്പോഴാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ എനിക്ക് ലൈക്ക് യൂസ്ഫുൾ ആയിട്ട് വന്ന സംഭവങ്ങൾ, കുറേ സംഭവങ്ങൾ നമ്മൾ പല വീഡിയോസും കണ്ടിട്ട് ഞാൻ എടുത്തിട്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിലെ കുറേ കാര്യങ്ങളൊന്നും നമുക്ക് ഒട്ടുമേ യൂസ് വന്നിട്ടില്ലായിരുന്നു. സോ എനിക്ക് യൂസ്ഫുള്ളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്ന സംഭവങ്ങൾ വെച്ചിട്ട് ഞാനൊരു ഹോസ്പിറ്റൽ ബാക്ക് പാക്കിങ് വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇന്നത്തേക്കാണ് നിർത്തുന്നത് കേട്ടോ. പിന്നെ ബട്ടർഫ്ലൈ പോസ് അത് ഞാൻ മിക്ക ദിവസവും ഞാൻ കുറച്ച് നേരം അങ്ങനെ ട്രൈ ചെയ്യുമായിരുന്നു. ലൈക്ക് അവിടെ നമുക്കൊരു ഈസി ആയിട്ടുള്ളൊരു ഡെലിവറിക്ക് വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യുമെന്ന് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് ഞാനത് എനിക്കൊരു ചലഞ്ച് പോലെ തന്നെ ഞാനത് കുറച്ച് നേരം ഇരിക്കുക, അങ്ങനത്തെ ഒരു ഇതിലിരിക്കുക എന്നുള്ളതൊന്ന് ട്രൈ ചെയ്യായിരുന്നു. സോ അതൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ മെൻ്റലി പ്രിപ്പയർഡ് ആയിരിക്കുക, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഡെലിവറിക്ക് പോകുന്നതിന് മുമ്പേ ആ ഒരു ഡെലിവറി ടൈമിലത്തെ പെയിനിന് വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. അതിനുശേഷം നമ്മുടെ ലൈഫ് കംപ്ലീറ്റ് ഒരു ചേഞ്ച് ആവാൻ പോവുകയാണ്. സോ അതിനും നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. അത് നല്ല ചേഞ്ചാണ്, ഒരുപാട് നല്ലൊരു ചേഞ്ചിലേക്കാണ് നമ്മൾ പോകുന്നത്. പക്ഷേ നമുക്ക്
ലൈക്ക് ഒരുപാട് ട്രോമാസ് ഉണ്ടാവും, നമ്മൾ കുറച്ച് പെയിനൊക്കെ അനുഭവിക്കേണ്ടി വരും. അതിന് ശേഷമാണെങ്കിലും മെൻ്റലി ഫിസിക്കലി ഒക്കെ നമ്മൾ ചിലപ്പോൾ കുറച്ച് എക്സോസ്റ്റഡ് ആവും. നമ്മൾ അതിന് വേണ്ടിയിട്ടൊന്ന് പ്രിപ്പയർഡായിട്ട് നിൽക്കുക. അത്രേ ഉള്ളൂ. അതൊക്കെയായിരുന്നു പ്രിപ്പറേഷൻസ് ഫോർ ഡെലിവറി. താങ്ക്ഫുള്ളി ആ പ്രശ്നം ഇല്ലായിരുന്നു. യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ അതെനിക്ക് പ്രശ്നം വന്നിട്ടില്ലായിരുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒരുപാട് വെള്ളം കുടിക്കുമായിരുന്നു, പിന്നെ കുറേ ഫ്രൂട്ട്സ് കഴിക്കുമായിരുന്നു. സോ അത് രണ്ടും ആയിരിക്കണം അതിന് എനിക്കൊരു ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാകുന്നത്. പിന്നെ ഫ്രൂട്ട്സിൽ തന്നെ കൂടുതലും എനിക്ക് പുളിപ്പുള്ള സംഭവങ്ങളൊക്കെ തന്നെ ആയിരുന്നു ക്രേസ് ഉണ്ടായിരുന്നത്. അപ്പം നെല്ലിക്ക, നാരങ്ങയൊക്കെ നല്ലോണം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലൈക്ക് നാരങ്ങ വെള്ളമൊക്കെ നല്ലോണം കുടിച്ചിട്ടുണ്ടായിരുന്നു. സോ അതൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാകണം. എന്തായാലും ആ ഒരു പ്രശ്നമില്ലായിരുന്നു. സോ ഇതാണ്, വെള്ളം നല്ലോണം കുടിക്കുക, പിന്നെ ഫ്രൂട്ട്സ് നല്ല രീതിയിൽ കഴിക്കുക. ഞാൻ കിവിയൊക്കെ കുറേ കഴിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. സ്ലീപ്പിംഗ് ഡിഫിക്കൽട്ടി ഉണ്ടായിരുന്നു. സ്ലീപ്പിംഗ് ഡിഫിക്കൽട്ടി എനിക്കില്ലായിരുന്നു. കിടക്കുന്ന പൊസിഷനൊന്നും എനിക്ക് അങ്ങനെ വലിയ എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് തിരിഞ്ഞ് കിടക്കണം എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ കിടക്കുന്ന അങ്ങനല്ല. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിയാറൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ അതൊരു ഉറങ്ങുന്നതിന് പ്രശ്നമൊന്നുമില്ല. ഞാൻ ഉറങ്ങുമായിരുന്നു. ലേറ്റ് നൈറ്റ് ആണ്, പക്ഷേ എന്നാലും നമ്മൾ ഉറങ്ങിക്കഴിയുമ്പോൾ ഒരു കണ്ടിന്യൂസ് സ്ലീപ്പൊക്കെ കിട്ടും. നിങ്ങൾ മാക്സിമം ഇപ്പോൾ ഉറങ്ങും കേട്ടോ. ലൈക്ക് ഡെലിവറിക്ക് ശേഷം നമുക്ക് അങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ചിലപ്പം കുഞ്ഞിൻ്റെ ഇത് കാരണം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എഴുന്നേൽക്കേണ്ടിയും ഉറക്കം ഡിസ്റ്റർബ് ആവുകയൊക്കെ ചെയ്യും. ശരിക്കും അങ്ങനെ പാടില്ല. കുഞ്ഞുങ്ങളെ നമ്മുടെ ഇതിലേക്ക്, നമ്മുടെ ഒരു എങ്ങനെയാണ് റൂട്ടീൻ, അതിലേക്ക് അവരെ കൊണ്ടുവരികയാണ് ചെയ്യേണ്ടത്. പക്ഷേ എന്നിരുന്നാലും നമുക്ക് എന്തെങ്കിലുമൊക്കെ കുറേ അവർക്ക് വേണ്ടിയിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്സ് നമ്മൾ നടത്തേണ്ടി വരും. അതുകൊണ്ട് ഡെലിവറിക്ക് മുന്നേ മാക്സിമം സമാധാനമായിട്ട് ഫോണൊക്കെ മാറ്റി വെച്ചിട്ട് സുഖമായിട്ട് ഇറങ്ങുക. യെസ്. വെയിറ്റ് എനിക്ക് പ്രഗ്നൻ്റ് ആണെന്ന് ഞാൻ അറിയുന്ന സമയത്ത് 59.5 ആയിരുന്നു. ആൻഡ് ഡെലിവറിക്ക് ജസ്റ്റ് മുന്നേയായിട്ട് അവർ വെയിറ്റ് എടുക്കുന്ന സമയത്ത് എൻ്റെ വെയിറ്റ് 71 kg ആയിരുന്നു. 11.5 kg ഞാൻ കൂടിയിട്ടുണ്ടായിരുന്നു. എൻ്റെ അമ്മയൊക്കെ ഞാൻ പറഞ്ഞിങ്ങനെ കേട്ടിട്ടുണ്ട്, 10 കിലോയിൽ കൂടുതൽ കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറയ്ക്കാൻ ഭയങ്കര ഡിഫിക്കൽട്ടാണെന്ന്. പക്ഷേ എനിക്ക് തോന്നുന്നു ഓരോരുത്തരുടെയും ബോഡി നേച്ചറിനെ ബേസ് ചെയ്തിട്ടായിരിക്കും അത്. എൻ്റെ 11.5 ആയിരുന്നു കൂടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഡെലിവറി കഴിഞ്ഞ് വളരെ പെട്ടെന്ന് തന്നെ അത് റെഡ്യൂസ് ചെയ്തു. എനിക്ക് തോന്നുന്നു വിത്തിൻ 1 വീക്ക് തന്നെ ഞാൻ ഓൾമോസ്റ്റ് 60 എങ്ങാണ്ടൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. അല്ല 60 അല്ല, സോറി 61 പോയിൻറ്റ് സംതിങ് ഒക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെയും വളരെ സ്പീഡിൽ അത് കുറയുന്നുണ്ടായിരുന്നു. ഡെലിവറി കഴിഞ്ഞ് ഉടനെ തന്നെ എനിക്ക് 7 kg കുറഞ്ഞിട്ടുണ്ടായിരുന്നു. കുഞ്ഞിന് 2.9 kg ആയിരുന്നു. പക്ഷേ അത് കഴിഞ്ഞ് പെട്ടെന്ന് എനിക്ക് വെയിറ്റ് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. വോമിറ്റിംഗ് ഇഷ്യൂസ് എനിക്ക് ത്രൂ ഔട്ട് പ്രഗ്നൻസി ഇല്ലായിരുന്നു. ഇതെനിക്ക് തോന്നുന്നു കുറേയൊക്കെ ഹെറിഡിറ്ററി ആയിരിക്കും എന്ന് തോന്നുന്നു, എനിക്കറിഞ്ഞൂടാ. പക്ഷേ ഞാൻ കുറേ കേട്ടിട്ടുണ്ട് ഈ ഡെലിവറിയുടെ സമയത്തും ഡെലിവറി എങ്ങനെയാണെന്നുള്ളതും ഒക്കെ കുറേ നമ്മുടെ അമ്മമാർക്ക് ഇങ്ങനെയായിരുന്നു, ഏകദേശം അങ്ങനെ തന്നെ വരാൻ സാധ്യതയുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. എനിക്ക് എല്ലാം അങ്ങനെയായിരുന്നു. ഡെലിവറിയുടെ കാര്യങ്ങളെല്ലാം അമ്മയുടെ ഏകദേശം അതേപോലെ തന്നെയായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ഇതും വോമിറ്റിങ്ങിനും അമ്മയ്ക്ക് തീരെയില്ലായിരുന്നു, എനിക്കും ഒട്ടുമേ ഇല്ലായിരുന്നു വോമിറ്റിംഗ്. ജസ്റ്റ് ഒരു തവണ ഞാൻ വോമിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പ്രഗ്നൻസി പീരിയഡിൽ. പക്ഷെ അത് എൻ്റെ ഭാഗത്തെ മിസ്റ്റേക്ക് കൊണ്ട് തന്നെ നമ്മുടെ ചെറുപയർ നല്ലോണം എടുത്ത് കഴിച്ചു. ഉച്ചയ്ക്കും രാത്രിയിലും നല്ലോണം കഴിച്ചു. അങ്ങനെ അതിൻ്റെ ഒരു ഇതിൽ വോമിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അല്ലാതെ എനിക്ക് ത്രൂ ഔട്ട് പ്രഗ്നൻസി വോമിറ്റിങ്ങിൻ്റെ ഇഷ്യൂസ് ഇല്ലായിരുന്നു. എനിക്ക് പ്രഗ്നൻസി സമയത്ത് ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് മെയിനായിട്ടും ഗ്യാസ് ആയിരുന്നു. ഗ്യാസ്ട്രൈറ്റിസിൻ്റെ പ്രശ്നം എനിക്ക് നല്ല രീതിയിലുണ്ടായിരുന്നു. പക്ഷെ അത് പ്രഗ്നൻ്റ് അല്ലാത്തപ്പോഴും ഉണ്ടായിരുന്നു. ബേസിക്കലി അതെനിക്ക് ഹെറിഡിറ്ററി കിട്ടിയിട്ടുള്ള സാധനമാണ്. അത് പ്രഗ്നൻസി ടൈമിൽ എനിക്ക് കുറച്ച് കൂടുതലായിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് മന്ത് അല്ല, സെക്കൻഡ് മന്ത് ഒക്കെ ആയതിനു ശേഷം എനിക്ക് നല്ല രീതിയിലുണ്ടായിരുന്നു ഗ്യാസിൻ്റെ പ്രശ്നം. അതിന് പലരും പറഞ്ഞ് കേട്ടിട്ടുള്ളൊരു പോംവഴി എന്ന് പറയുന്നത് സ്പ്ലിറ്റ് ചെയ്ത് കഴിക്കുക എന്നുള്ളതാണ്. ലൈക്ക് നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഉടനെ എന്തെങ്കിലും കഴിക്കുക, ബ്രേക്ക്ഫാസ്റ്റ് സമയത്ത് കുറച്ച് എന്തെങ്കിലും കഴിക്കുക, പിന്നെ ഒരു 2-3 hours ഒക്കെ കഴിയുമ്പോൾ പിന്നെയും കുറച്ച് എന്തെങ്കിലും കഴിക്കുക, അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് കഴിക്കുക എന്നുള്ളതാണ്. ഞാനങ്ങനെ അത് വലുതായിട്ട് നോക്കിയിട്ടില്ലായിരുന്നു, എനിക്ക് പറ്റുന്നില്ലായിരുന്നു. പക്ഷേ ഇതൊന്നും ഞാൻ ഭയങ്കര കൺസിസ്റ്റൻ്റ് ആയിട്ട് ലൈക്ക് ടൈം നോക്കി റെഗുലറായിട്ട് അങ്ങനെയൊന്നുമല്ല. എനിക്ക് കഴിക്കാൻ തോന്നുമ്പോൾ ഞാൻ എടുത്ത് കഴിക്കുന്നുണ്ട്. അങ്ങനെ ട്രൈ ചെയ്ത കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് ജീരകം കുറച്ചൊന്ന് പൊടിച്ചിട്ട്, അതായത് കുറച്ചൊന്ന് വറുത്തിട്ട് അതിനെ കുറച്ചൊന്ന് പൊടിച്ചിട്ട് അതിനെ ചൂടുവെള്ളത്തിൽ ഇട്ടിട്ട് ആ വെള്ളം കുടിക്കുക. അത് നല്ല എഫക്റ്റീവാണെന്ന് പറഞ്ഞ് കേട്ടു. ഞാനത് ട്രൈ ചെയ്തു. എനിക്ക് അങ്ങനെ ഭയങ്കര എഫക്റ്റീവായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല, പക്ഷേ കുഴപ്പമില്ലായിരുന്നു. എൻ്റെ കുറച്ചൊന്ന് കുറഞ്ഞതുപോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. പിന്നെ അതേപോലെ തന്നെ മഹാധന്വന്തരം എന്ന് പറയുന്നൊരു ഗുളിക കഴിച്ചിട്ടുണ്ടായിരുന്നു. അത് എൻ്റെ ഫാദറിൻ്റെ പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ ആയുർവേദത്തിൻ്റെ ഒരു മെഡിസിൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. അതും ഈ പറയുന്ന പോലെ ഭയങ്കര എഫക്റ്റീവ് ഒന്നുമല്ല, പക്ഷേ എന്നാലും കുറച്ചൊരു ഗുണം തോന്നിയിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു എനിക്ക് അത് നല്ല രീതിയിലുള്ളൊരു പ്രശ്നമാണ്. പ്രഗ്നൻസി ടൈമിൽ മാത്രമുള്ളൊരു പ്രശ്നമല്ലായിരുന്നു, അതുകൊണ്ടുകൂടെ ആയിരിക്കും. പക്ഷേ ഇത് രണ്ടും കുറച്ച് എഫക്റ്റീവ് ആയിരുന്നു. പിന്നെ എനിക്കുണ്ടായിരുന്ന ഒരു പ്രശ്നം ബാക്ക് പെയിൻ ഉണ്ടായിരുന്നു. അതും
ഭയങ്കരമായിട്ടല്ല, പക്ഷെ എന്നാലും കുറച്ചുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഞാൻ ഹോട്ട് ബാഗ് വെക്കലായിരുന്നു പരിപാടി. എനിക്ക് തോന്നുന്നു ഒരു 3rd month ഒക്കെ മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ചിലർക്ക് അടിവയറിന് ഭയങ്കര പെയിൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, പക്ഷേ എനിക്ക് അത് ഒരു 2 തവണ മാത്രമേ വന്നിട്ടുള്ളായിരുന്നു. ആദ്യത്തെ ഒരു തവണ എന്ത് ചെയ്തപ്പോഴായിരുന്നു എനിക്ക് ഓർമ്മയില്ല, പക്ഷേ നമ്മൾ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തപ്പോൾ ഡോക്ടർ റെസ്റ്റ് എടുത്താൽ മാത്രം മതി, നമ്മൾ കുളിക്കുന്ന സമയത്ത് ഈവൻ ഒരു മഗ് ഫുൾ വാട്ടർ പോലും നമ്മൾ ലിഫ്റ്റ് ചെയ്യാൻ പാടില്ല, വെയിറ്റ് ഒട്ടുമേ എടുക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊന്നും ഞാൻ അങ്ങനെ അധികമായിട്ട് ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു, പക്ഷെ മാക്സിമം പറ്റുന്ന രീതിയിലൊക്കെ നോക്കിയിട്ടാണ്. പക്ഷേ ടുവേർഡ്സ് എൻഡ് എനിക്ക് തോന്നുന്നു ഒരു 9th month ഒക്കെ ആയപ്പം കുറച്ച് ക്രേസ് കൂടിയിട്ട് ഞാൻ പൂച്ചട്ടി പൊക്കുന്ന ഒരു പരിപാടി ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് ചെറുതായിട്ട് താഴെ ഒരു പെയിൻ തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പക്ഷേ അത് എനിക്ക് തന്നെ തോന്നി ഈ ഒരു കാരണം കൊണ്ടായിരിക്കും എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതല്ലാതെ അടിവയറിന് പെയിൻ അങ്ങനെ തോന്നിയിട്ടില്ലായിരുന്നു. പക്ഷെ അങ്ങനത്തെ ഇഷ്യൂസ് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ തന്നെ ഡോക്ടറിനെ കാണുന്നതായിരിക്കും നല്ലത്, കാരണം റിസ്ക് എടുക്കാൻ പറ്റില്ലല്ലോ ഈ ഒരു കാര്യത്തിൽ. യെസ്, അതാണ് അടിവയറിന് പെയിൻ ചിലർക്ക് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പിന്നെ ക്ഷീണം, ഡിസിനസ് എനിക്ക് ഓൾമോസ്റ്റ് ത്രൂ ഔട്ട് എനിക്കുണ്ടായിരുന്നു. നല്ല രീതിയിൽ എനിക്ക് ക്ഷീണവും പ്രശ്നങ്ങളുണ്ടായിരുന്നു. വെള്ളം നല്ലോണം കുടിക്കുന്നുണ്ടായിരുന്നു, ഫ്രൂട്ട്സ് നല്ലോണം കഴിക്കുന്നുണ്ടായിരുന്നു, പക്ഷേ ക്ഷീണം പരിപാടി എനിക്കുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് പിന്നെ ചിക്മംഗ്ലൂരിലായിരുന്നു ഞാൻ പ്രഗ്നൻ്റ് ആണെന്നറിയുന്നതൊക്കെ അവിടെ വെച്ച് എനിക്ക് ഡോക്ടർ അതിന് വേണ്ടിയിട്ടൊരു പൗഡർ തന്നിട്ടുണ്ടായിരുന്നു, ഭയങ്കര ക്ഷീണം എന്നൊക്കെ പറഞ്ഞപ്പം. പക്ഷേ അതെനിക്ക് തോന്നുന്നു അവിടെ എല്ലാവർക്കും കൊടുക്കുന്നതായിരുന്നു. അവിടെ നിന്ന് ഹോസ്പിറ്റലിൽ നിന്ന് പ്രൊഹാൻസ് മാം എന്ന് പറഞ്ഞിട്ടൊരു പൗഡർ തന്നിട്ടുണ്ടായിരുന്നു. അത് ജസ്റ്റ് മിൽക്കിൽ കലക്കിയിട്ട് കുടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അത് തന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടൊന്നും എനിക്കങ്ങനെ വലിയ എഫക്റ്റും അങ്ങനെ അല്ലായിരുന്നു. പക്ഷേ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഭയങ്കര ലേറ്റായിട്ട് കഴിക്കുന്ന കൂട്ടത്തിലായിരുന്നു. സോ ആ ഒരു പ്രോബ്ലത്തിന് ഇതൊരു സൊല്യൂഷനായിരുന്നു. രാവിലെ എന്തെങ്കിലും അങ്ങ് അകത്തോട്ട് ചെല്ലുമെന്നുള്ളതുകൊണ്ടായിരുന്നു. ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് ഞാൻ അറിയുന്നത് June 5th. May 6th ആയിരുന്നു എൻ്റെ ലാസ്റ്റ് പീരിയഡ്സിൻ്റെ ഡേറ്റ്. എനിക്ക് യൂഷ്വലി പീരിയഡ്സിൻ്റെ സൈക്കിൾ ഒരു 27-28 ഡേയ്സിലാണ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. സോ അതുകൊണ്ടാണ് June 5th ഒക്കെ ആയപ്പോൾ തന്നെ നമുക്കൊരു ഡൗട്ട് വന്നതും അപ്പോൾ തന്നെ നമ്മൾ പ്രഗ്നൻസി കിറ്റ് വെച്ച് നോക്കുകയൊക്കെ ചെയ്തത്. അപ്പം എനിക്ക് ശരിക്കും ഞാൻ 30 ഡേയ്സിൻ്റെ ഗ്യാപ്പ് പോലും വന്നില്ല. അതിന് മുമ്പ് ഞാൻ റിയലൈസ് ചെയ്തു ഞങ്ങൾ റിയലൈസ് ചെയ്തു ഞാൻ പ്രഗ്നൻ്റ് ആണെന്നുള്ളത്. പിന്നെ ഡോക്ടറിൻ്റെ അടുത്ത് പോയി കൺഫേം ചെയ്തു. അങ്ങനെയായിരുന്നു എല്ലാം നടന്നിട്ടുണ്ടായിരുന്നു. യൂഷ്വലി ഷുഗറിൻ്റെ പ്രശ്നം എനിക്കില്ലായിരുന്നു. എനിക്കത് ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു, കാരണം അമ്മയ്ക്കുണ്ട്. അപ്പോൾ ഹെറിഡിറ്ററി വരുന്ന ഒരു രീതിയിൽ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ആ പ്രശ്നം എനിക്ക് വരുമെന്ന്. പക്ഷേ എനിക്കില്ലായിരുന്നു. ടുവേർഡ്സ് എൻ്റെ ഒരു സ്കാനിങ് ഉണ്ടായിരുന്നു, January 11th ഒരു സ്കാനിങ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് കുഞ്ഞിൻ്റെ വെയിറ്റ് കുറച്ച് കൂടുതൽ പോലെ തോന്നുന്നു ഡോക്ടർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡോക്ടർ എൻ്റെ അടുത്തൊന്ന് ഷുഗർ ടെസ്റ്റ് ചെയ്യാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. January 11th കഴിഞ്ഞ് January 16th ഇത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം എന്തായാലും എനിക്ക് പിന്നെ അധികം ദിവസമില്ല, January എൻഡോടെ ഡെലിവറിന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് കുറച്ച് നാൾ എന്തായാലും ഷുഗർ കട്ട് ചെയ്യാമെന്നുള്ള രീതിയിലാണ് ഞാനത് പിന്നെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്തായാലും January 16th പോയി നമ്മൾ ടെസ്റ്റ് ചെയ്തപ്പോൾ പ്രശ്നമൊന്നുമില്ലായിരുന്നു, ഷുഗറിൻ്റെ പ്രശ്നമില്ലായിരുന്നു. ഷുഗർ എനിക്ക് ലാസ്റ്റ് നോക്കിയപ്പോൾ ഗ്ലൂക്കോസ് ഫാസ്റ്റിങ് 84 ആയിരുന്നു ഉണ്ടായിരുന്നത്, അതിന് പ്രശ്നമില്ലായിരുന്നു. പക്ഷേ ഷുഗർ ഞാൻ അതിന് ശേഷം കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. January 23rd ഞാൻ എൻ്റെ ഡെലിവറി വന്നത്. സോ അത്രയും നാൾ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. January 11th to January 23rd കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഷുഗറിൻ്റെ പ്രശ്നം എനിക്ക് ബേസിക്കലി ഇല്ലായിരുന്നു. എക്സ്പെക്റ്റഡ് ഡ്യൂ ഡേറ്റിലല്ലായിരുന്നു എൻ്റെ ഡെലിവറി. എക്സ്പെക്റ്റഡ് ഡ്യൂ ഡേറ്റ് ആദ്യം പ്രഗ്നൻസി തുടങ്ങുന്ന സമയത്ത് തന്നിട്ടുണ്ടായിരുന്നത് February 10th ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് കഴിഞ്ഞ് 5th month അനോമൽ സ്കാൻ കഴിഞ്ഞപ്പോഴത്തേക്ക് അത് February 1st മാറിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ചിലപ്പം അത്രയും പോയേനെ കേട്ടോ, എനിക്കറിഞ്ഞൂടാ. എന്തായാലും ഡോക്ടർ നമ്മുടെ അടുത്ത് January 22nd അഡ്മിറ്റ് ആയിക്കോളാൻ പറഞ്ഞു. എനിക്ക് ലേബർ പെയിൻ ഇൻഡ്യൂസ്ഡ് ഡെലിവറി ആയിരുന്നു. സോ നമ്മൾ January 22nd അവിടെ അഡ്മിറ്റായി. രാത്രിയിൽ എനിക്ക് പെയിൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെഡിസിൻ തന്നു. January 23rd രാവിലെ 8:37 AM ഇവൻ്റെ ടൈം, കുഞ്ഞൂസിൻ്റെ. അപ്പോഴത്തേക്കാണ് ഡെലിവറി ആയത്. ചിലപ്പം ഈ പെയിൻ അതിൻ്റെ മെഡിസിൻസ് ഒന്നും ഇൻഡ്യൂസ് ചെയ്തില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ February 1st വരെയൊക്കെ പോകുമായിരുന്നേനെ, അറിഞ്ഞൂടാ. ആൺകുട്ടികൾ പൊതുവെ കുറച്ചും കൂടെ കഴിഞ്ഞിട്ടാണ്, പെൺകുട്ടികളാണ് നേരത്തെ വരുന്നതെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇവൻ്റെ കാര്യത്തിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് ലേബർ പെയിൻ ഇൻഡ്യൂസ്ഡ് ആയിരുന്നുകൊണ്ട് January 23rd ആയിരുന്നു. സോ യെസ്, അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. സോ ഡെലിവറി പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസൊക്കെ ഞാൻ ആൻസർ ചെയ്തിട്ടുണ്ട്. അത് ആർക്കെങ്കിലും ഒക്കെ യൂസ്ഫുൾ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.